പോയി നോക്കാം. മാധവൻ സാറല്ലേ? അച്ഛാ, യു വൺ. കയറി വന്നോളൂ. നമസ്കാരം. ഞാൻ എനിക്കൊരു കുപ്പി വോഡ്കയും കൊണ്ടാ വന്നിരിക്കുന്നത്. അയ്യോ സോറി, അറിയില്ലായിരുന്നു. വാങ്ങിപ്പിക്കാം. ഏയ്, നിങ്ങളിപ്പോ വന്നതുകൊണ്ട് അച്ഛനൊരു കുപ്പി വോഡ്ക കിട്ടിയെന്നാ ഉദ്ദേശിച്ചത്. ഒരു ബെറ്റ്. കോളംനിസ്റ്റ് ആണല്ലോ, ആലങ്കാരികമായി പറഞ്ഞതാ. ഒരാഴ്ച മുമ്പാ താൻ എന്നെ കാണാൻ വരുമെന്ന് ഞാൻ. ഇന്ന് രാത്രി 8 മണിയായിരുന്നു ഡെഡ് ലൈൻ. അതിനു മുമ്പ് താൻ എത്തി. നോക്ക്. എനിക്കൊരു കുപ്പി വോഡ്ക നഷ്ടം. നോക്കുന്ന ഒരു കൈ ഏതാ? സിൽവർ. അല്ല, സാർ എന്ന് മുതൽ തുടങ്ങി അതീന്ദ്രിയം പ്രാക്ടീസ് ചെയ്യാൻ? എടോ, എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ട് കൊല്ലം 18ആയി. അതിനുശേഷം പലരും പുറത്തായി. അവരൊക്കെ പുറത്തായി ഒരാഴ്ചക്കുള്ളിൽ എന്നെ വന്ന് കണ്ടിട്ടുമുണ്ട്. പോരെ അതീന്ദ്രിയത്തിൻ്റെ കുട്ടൻസ്. ആ പട്ടികയിൽ എന്നെ പെടുത്തണ്ട സാർ. ഒരേ തൂവൽ പക്ഷി എന്ന നിലയ്ക്ക് വന്നതല്ല. ഒരുപാട് വായനക്കാരുള്ള കോളമിസ്റ്റും രാഷ്ട്രീയ നിരീക്ഷകനൊക്കെ അല്ലേ സാർ. സഹായം തേടി വന്നതാ. എഴുതുമ്പോൾ തടുക്കാൻ പറ്റുന്ന അടി എനിക്ക് തരാവൂ. അടിയോ? എന്തായിരുന്നു ഈ പുറത്താക്കാൻ മാത്രമുള്ള ഇഷ്യൂ? ആശയപരം അല്ല, കായികപരം. എന്ത് പാർട്ടി നയമായാലും ആ തീരുമാനം ശരിയാണെന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് തന്നെയാണ് സബ്ജക്ട് കമ്മിറ്റി മീറ്റിംഗിൽ ഞാൻ കൈപോക്കാതിരുന്നത്. പാർട്ടിക്ക് ഒരു തീരുമാനമുണ്ട്. അതിനുവേണ്ടി കൈപോക്കാനാണ് നിന്നെ അങ്ങോട്ട് വിട്ടത്. നിന്റെ തെറ്റിന് ശരിക്കും ഒപ്പം നീ നിന്റെ വീട്ടിൽ കയറി കൈപോക്കിയാ മതി. ഈ ജില്ലയിൽ രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് വണ്ടി ഇടിച്ച് മരിക്കുന്ന പോലെയാ. നോക്കിയും കണ്ടും നടന്നില്ല പറ്റുന്ന ഒരു അപകടം. അതിന് പാർട്ടി കൊടുക്കുന്നൊരു കോമ്പൻസേഷൻ ഉണ്ട്. വായനശാലയ്ക്കോ സമ്മേളന പന്തലിനോ ഒക്കെ രക്തസാക്ഷിന്റെ പേരിടും. നിനക്ക് കിട്ടിയ കോമ്പൻസേഷൻ ഒരുപാട് വലുതാ, അസംബ്ലി സീറ്റ്. അതുകൊണ്ട് കൂടുതൽ സിദ്ധാന്തമൊന്നും ഇങ്ങോട്ട് സപ്ലൈ ചെയ്യണ്ട. സിദ്ധാന്തത്തിന്റെ ശീലക്കേട് കുറച്ചുണ്ടായിരുന്നു നിന്റെ അച്ഛന്. ഉൾപാർട്ടി സമരം ഇരുട്ടത്താരുടെയോ കത്തിക്ക് തീർന്നുകൊണ്ട് കൂടുതൽ സഹിക്കേണ്ടി വന്നില്ല. പാർട്ടിയിൽ ഇപ്പൊ റേഷനാ. ഒരു വീട്ടിൽ നിന്ന് ഒരു രക്തസാക്ഷി മതി. അത് കലക്കി. ഇതിപ്പോ ചവിട്ടാനും മാത്രമൊക്കെ ഉണ്ടോ? ഒരു നിമിഷം കയ്യിൽ നിന്ന് പോയി. കട്ടൻ താല്പര്യമില്ലെങ്കിൽ ദ്രാവകൻ റെഡി. ആ, അത് കലക്കും. കഴിക്കൂ. ഇല്ല, ഇതുവരെ ഇല്ല. എന്നാ പിന്നെ ഇനിയാവാം. ഞാനും ഈ പുറത്താക്കിയതിന് ശേഷമാണ് തുടങ്ങിയത്. അത് ഈ ഡിപ്രഷൻ കൊണ്ടൊന്നും അല്ല കേട്ടോ. ഈ അടുപ്പക്കാരൊക്കെ പാർട്ടിക്കാരായതുകൊണ്ട് പുറത്താക്കിയപ്പോൾ ഞാൻ ശരിക്കും ഒരു യത്തീംഖാന ബ്രാൻഡ് അനാഥനായി. മിണ്ടാനും പറയാനും ഒന്നും ആരുമില്ലാതെ ഈ പാർട്ടി കമ്മിറ്റി മിനിറ്റ്സ് മാത്രം എഴുതി ശീലമുള്ള എന്നെ കൊണ്ടൊരു കോളം എഴുതിക്കാൻ തയ്യാറായി. മറ്റേ തള്ളപ്പത്രമേ. വേണ്ടി വന്ന എഴുത്തച്ഛനാക്കുന്നായിരുന്നു അവരുടെ വാശി. ആ, ഈ ബൂർഷ്വാ സെറ്റപ്പ് ഒന്നും എൻ്റെ വകയല്ല, ഇവളുടെ സമ്പാദ്യമാണ്. പ്രായം കൂടി കൂടി വരിക. വിവാഹ വിരോധി. പുരുഷ വിരോധിയല്ല. ഭാഗ്യം. തനിക്കറിയാവോ, പുറത്താക്കിയപ്പോൾ എന്നെ വിളിച്ചത് NSPയിലേക്ക്. പക്ഷേ സ്വന്തം തന്തയെക്കുറിച്ച് അഭിമാനമുള്ളതുകൊണ്ട് ഞാൻ പോയില്ല. എത്ര നൈസായിട്ടാ സാറിൻ്റെ തന്തയ്ക്ക് വിളിച്ചത്. സാർ, ഇത് കുറേയേറെ വഷളാന്ന് അറിയാൻ പാടില്ല. പക്ഷെ കുറച്ച് നാളത്തേക്ക് എല്ലാം ഒന്ന് നോർമൽ ആവണവരെ എനിക്ക് ചവിട്ടി നിൽക്കാൻ ഒരിടം വേണം. അതാണ് NSP. ആ, ഹലോ. ആ, റെഡിയാണ്. 1-2 ചെറിയ കറക്ഷൻസ് ഞാനൊന്ന് ശരിയാക്കിയിട്ട് ഇപ്പോൾ തന്നെ മെയിൽ ചെയ്യാം. വിട്ട മിനിറ്റ്. നാളേക്കുള്ള കോളമാണ്. ആയിക്കരയും രാമനുണിയൊക്കെയാണ് വിഷയം. കൊല്ലു. രാമനുണിയുടെ റിക്വസ്റ്റ് ഏറ്റിട്ടുണ്ട്. അതാണ് ഈ കറക്ഷൻസ്. ഓ, ഭാഗ്യം.
ചോദിച്ചില്ല. പേരല്ലേ? ഹെലന. ആ, എന്ത് ചെയ്യണു? ആർക്കിടെക്ട്. പക്ഷേ കെട്ടിടം കെട്ടലല്ല. പിന്നെ അത് കണ്ടോ, ചാനൽ റിയാലിറ്റി ഷോകൾക്കുള്ള ഫ്ലോ ഡിസൈനിങ്, ഹാർട്ട് ഡയറക്ഷൻ. എൻ്റെ സ്വഭാവം നല്ലതായതുകൊണ്ട് അധികം നിലനിൽപ്പുണ്ടായില്ല. നൈസ്. താങ്ക് യു. സോറി, വെള്ളം വിചാരിച്ച്. രുചിച്ചു പോയില്ലേ? അങ്ങ് ഫിനിഷ് ചെയ്തേക്ക്. വേണ്ട വേണ്ട, വെളിവും ബോധമൊക്കെ കുറച്ച് കൂടുതൽ വേണ്ട സമയാ. അതുകൊണ്ട് പല ചാനലുകളായി ആർട്ട് ഡയറക്ടർ, പ്രോഗ്രാം പ്രൊഡ്യൂസർ, പ്രോഗ്രാം ഡയറക്ടർ, അവസാനം ഒരു ഹിന്ദി സിനിമ ആസ് എൻ ആർട്ട് ഡയറക്ടർ. അതോടെ സിനിമയും നിർത്തി. ഇപ്പോൾ ഒരു ഓൺലൈൻ ചാനൽ തുടങ്ങാനുള്ള ഓട്ടത്തിൽ. ഓ, യെസ്, എ ഡിഫറെന്റ് അപ്രോച്ച്. ഒരു സംഭവമാണ്. അല്ല, പരസ്പരം അറിഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്കിതൊന്ന് പ്രൊസീഡ് ചെയ്താലോ? ആ, തുടങ്ങി. ഒരച്ഛന്റെ രോദനമല്ലേ? ആന്നേ. ഹലോ, ഇത് എവിടേക്കാ മുങ്ങിയത്? വരുന്നില്ലേ? ആ, വേഗം വാ. തൻ്റെ നാട്ടുകാരൊക്കെ ഇവിടെ ഉണ്ട്. ഉദയഭാനു സാറും അമ്പാടി മോഹനും സഹാക്കളും ഒക്കെ ഉണ്ട്. ആ, ശരി. അയ്യോ, നമ്മുടെ രാമനുള്ളിയല്ലേ ഇത്? അയ്യോ, ദാ വെള്ളം അടിച്ച്. അയ്യോ, ദാ സിഗരറ്റും വലിക്കുന്നു. സാറേ, നിൽക്കണോ പോണോ? എവിടെയെങ്കിലും പോടോ, എന്നിട്ട് രാവിലെ വരണം. ബീഡിയുണ്ടോ സഖാവേ ഒരു തീപ്പെട്ടിയെടുക്കാൻ? ആക്കിയതാ. അതെ അതെ. ആഹാ, എല്ലാം ശരിയാക്കി തരാം. ഹലോ രാജേന്ദ്ര സഖാവേ, രാമനുണ്ണി വെള്ളം അടിച്ച് ലിക്ക് ഇട്ട് നമ്മുടെ മുമ്പിൽ വന്ന് ചാടി. ഒരു സ്ഥലത്ത് നിൽക്കണല്ലോ. CDP, NSP. അവിടെ കിടക്കട്ടെ. ഓഫ് ചെയ്യണോ? ഓഫ് ചെയ്യാൻ. ഞാനെന്റെ സെൽഫി എടുക്കേ. തനിക്കെന്താ? സെൽഫി വേണമെങ്കിൽ ഓക്കെ. ഇവിടെ മനുഷ്യന് സെൽഫി എടുക്കാനും പറ്റില്ലേ? താൻ ആടിയടി പൊക്കടൂ. അങ്ങനെ ഓന്റെ അമ്മൂമ്മയുടെ സെൽഫി ഞാൻ ഡിലീറ്റ് ചെയ്യടാ. കൊല്ലും ഞാൻ. എന്നോടാ പറഞ്ഞ ഡിലീറ്റ് ചെയ്യാൻ. ചെയ്യടാ. എന്താ കാണിക്കുന്നേ? ഇവന്റെ മൊബൈൽ വാങ്ങിച്ചിട്ട് അതിലുള്ള വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ചെയ്ത നീയല്ല, നിന്റെ അമ്പാടി മോഹന്റെ നെറ്റിയിലും ചൂണ്ടും ഞാൻ ഒരു ദിവസം. പക്ഷെ അത് പൊട്ടിക്കാനായിരിക്കും കേട്ടടാ. TC, ഓ, നമുക്ക് ഈ രാജ്യത്ത് റൂമില്ലേടോ? പിന്നെ അതല്ല നമ്മുടെ റൂം. വാ നാടോ. എന്താ ഇത്? പിടിക്കുകയും ചെയ്യരുത് കേട്ടോ. വളരെ നോർമൽ. നമ്മളെ വിളിച്ച് പറയണോ? ഏതായാലും അവന്മാർ വിളിക്കുമല്ലോ. അവന്മാർ ഈ പാർട്ടി ചാനലുകാരെ മാത്രമല്ലേ വിളിക്കൂ. എക്സ്ക്ലൂസീവ് അതുപോരാ. അത് മാത്രമായി ആളുകൾ വിശ്വസിക്കൂല. ഈ വിളിക്കടോ, എല്ലാരും വരട്ടെ. നമ്മളിങ്ങനെ കാഴ്ചക്കാരായിട്ട് നോക്കി നിന്നാ മാത്രം മതി. പറയാനുള്ളതൊക്കെ സഖാക്കന്മാര് പറഞ്ഞോളൂ. ഈ വിളിക്ക്. മീഡിയ വിളിക്കട്ടെ സഖാവേ? വേണ്ട, അടിച്ച ചാവണം, ചതച്ചിട്ട് കാര്യമില്ല. നല്ല ഐശ്വര്യമായിട്ടുണ്ട്. പാഠം 1: മനസ്സിലില്ലാത്തത് മുഖത്ത് വേണം, മനസ്സിലുള്ളത് മുഖത്ത് വരാനേ പാടില്ല. എത്ര മണിക്കാ കോർ കമ്മിറ്റി മീറ്റിംഗ്? മീറ്റിംഗ് 10 മണിക്കാണ്. പക്ഷെ സാറ് 10:30 എത്താവും. പ്രസക്തി കൂടും. ഓ, പാഠം 2 അല്ലേ? കറക്റ്റ്. എല്ലാം അറിഞ്ഞിരിക്കണമല്ലോ. ദുശീലം വല്ലതും ഉണ്ടോ? ഉണ്ടായിരുന്നു, ഇപ്പൊ നിർത്തി. അടി. കമ്മ്യൂണിസം. ആ മജീദ പറ. അതെ, 55 ബിരിയാണി, 35 ചിക്കനും 20 മട്ടണും.
ഓ, ഇതിലെങ്ങനെ ലാഭം നോക്കണ്ട മജീദ്. ഇത് കോർ കമ്മിറ്റി മീറ്റിംഗ് അല്ലേ? ആ, ജില്ലാ കൺവെൻഷനാണ് വരാൻ പോകുന്നത്. അതിന് 2500. ആ ആ ആ ശരി ശരി, വെച്ച വെച്ച. ഓ ഓ, ഈ കോർ കമ്മിറ്റി മീറ്റിംഗ് എന്ന് പറയുന്ന ഒരു ചടങ്ങ് മാത്രമാണ്. സാഗർ സാർ എടുക്കുന്ന തീരുമാനമാണ് തീരുമാനം. ഉദയഭാനുവിനെ ഒന്ന് ഒതുക്കുക എന്നുള്ളതും സാഗർ സാറിൻ്റെ ഒരു അജണ്ടയാണ്. എന്താ നിന്റെ പേര്? പുഷ്പൻ. നീ റാവുത്തറുടെ കൂടെ ഇപ്പം എത്ര നാളായി? ഒരു 6 വർഷമായി. നിനക്ക് രാഷ്ട്രീയമുണ്ടോ? ഇതുവരെ ഇല്ല സാർ. ആ, അത് നന്നായി. അങ്ങനെ തന്നെ വേണം. നന്നായിട്ട് അധ്വാനിച്ച് ജീവിക്കണം കേട്ടോ. ശരി സാർ. അതെന്തിനാ നാട്ടുകാരെ പ്രാക്ക് മേടിച്ച് കൂട്ടുന്നത്? എന്തൊരു കോമഡിയാന്ന് നോക്കിയേ. കഴിഞ്ഞ ഇലക്ഷന് രാമനുണ്ണിയോട് തോറ്റ ഉദയഭാനു ഈ ബൈ ഇലക്ഷന് രാമനുണ്ണിക്ക് വേണ്ടി വോട്ട് പിടിക്കും. എന്താ അല്ലേ? നന്നായി. അത് നാട്ടുകാർക്ക് അങ്ങനെ തന്നെ വേണം. ആ, നേരെ നോക്കി ഓടിക്കും. ഈ സാഹചര്യത്തിൽ ഉപതെരഞ്ഞെടുപ്പിലെ വിജയസാധ്യത മുന്നിൽ കണ്ടിട്ടുള്ള ഒരു ആലോചന മാത്രമാണിത്. പാലക്കാട്ട് ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ ഉദയഭാനു ആദ്യം സംസാരിക്കട്ടെ. ഇത് ഞാനൊരു അലങ്കാരത്തിന് കൊണ്ടു നടക്കണതല്ല. ജില്ലയിൽ പാർട്ടി പിടിച്ചു നിർത്താൻ ഞാൻ നടത്തിയ ദുർനടപ്പിന് എനിക്ക് കിട്ടിയ സമ്മാന. ഉടുക്കണ വെള്ളയില് ചളിയും ചോരയും പുരലാണ്ട് നോക്കണ നിങ്ങളുടെ ഒന്നും അഹിംസ ഉണ്ടല്ല. ജീവൻ പോലും നോക്കാണ്ട് നേർക്ക് നേരെ അടിച്ചു നിന്നിട്ടാ ഈ ഉദയഭാനു ജില്ലയിൽ പാർട്ടിക്ക് ഒരു അഡ്രസ് ഉണ്ടാക്കിയത്. കാശും കള്ളും കൊടുത്ത് ആളെ വിട്ട് ചെയ്യിച്ചിട്ടില്ല. ഒന്നും നേർക്ക് നേരെ ചെയ്തിട്ടുണ്ട്. ഈ കൈകൊണ്ട് കേട്ട പേടിക്കണ പലതും. എന്റെ ഒരു കാല് പോയപ്പോ സങ്കടം കൊണ്ട് കണ്ണ് നിറഞ്ഞൊരു പലരും ഉണ്ട് ഇവിടെ. പക്ഷെ അത് എന്റെ തല പോകാഞ്ഞതിലുള്ള സങ്കടം കൊണ്ടായിരുന്നു എന്ന് പിന്നാണ് എനിക്ക് മനസ്സിലായത്. ഒരു മതിൽ ബുക്ക് ചെയ്യാനോ പോസ്റ്റർ ഒട്ടിക്കാനോ എന്തിന് റോട്ടുമൽ ഇറങ്ങി നിന്ന് 2 വാക്ക് സംസാരിക്കാനോ പോലും ഈ സഖാക്കൾ സമ്മതിക്കാതിരുന്ന ഒരു കാലത്തുനിന്നാണ് 2 ലക്ഷം പേരെ നിരത്തി നിർത്തി ജില്ലാ സമ്മേളനം നടത്താവുന്ന ഒരു ലെവലിലേക്ക് ഞാനിതെല്ലാം കൊണ്ടുവന്ന് എത്തിച്ചത്. ഭാനു, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? ഓർമ്മിപ്പിച്ചതാ പ്രസിഡന്റ്, ഒന്ന് ഓർമ്മിപ്പിച്ചതാ. വടക്കോട്ട്, അതായത് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട്, തൂര്യോനെ ചുമന്ന ചുമന്നോന് നാറുന്ന്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്നെ കൊണ്ട് ഈ രാമനുണ്ണിയെ ചൊമ്പിക്കാനുള്ള ബുദ്ധി ഈടെ ആരുടെ ആണെങ്കിലും പ്രസിഡന്റ്, ഞാൻ പറയാ അത് വെറുതെയാ. നമസ്കാരം സഖാവേ. അയ്യോ ക്ഷമിക്കണം, ശീലക്കേടിൻ്റെ പ്രശ്നം ഇനി ഉണ്ടാവില്ലേ സാർ? ഉറപ്പ്. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ തവണ വെറും 1400 വോട്ടിനാണ് ഞാൻ ഈ സഖാവ് രാമനുണ്ണിയോട് തോറ്റത്. ഇത്തവണ CDP ആരെ നിർത്തിയാലും മിനിമം 10,000 വോട്ടിനെങ്കിലും ഞാൻ ജയിക്കും എന്നുള്ളത് ഉറപ്പാ. ഭാനുവിന്റെ യോഗ്യത അല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഇത് ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടുള്ള ചർച്ച മാത്രമാണ്. കാളപ്രസിഡന്റ്, ചർച്ച എന്ത് ഇമേജാന്ന് ഈ രാമനുണ്ണിക്ക് മണ്ഡലത്തിലുള്ളത്? വളർത്തി വലുതാക്കി പഠിപ്പിച്ച് വക്കീലാക്കി MLA ആക്കിയ പാർട്ടിയെ തന്നെ ചതിച്ചാളാ. ഓരോ തന്നെ അമ്മന്റെ ഭാഷയിൽ പറഞ്ഞാല് വർഗവഞ്ചകൻ. നിന്ന പച്ച തൊടുവോ? പിന്നെ കഴിഞ്ഞ തവണത്തെ ഇലക്ഷനിൽ തള്ളവരലുമ്മ കുത്തി നിന്ന് ഈ രാമനുണ്ണിക്കെതിരെ വർക്ക് ചെയ്ത പ്രവർത്തകരോട് ഇത്തവണ നിങ്ങൾ രാമനുണ്ണിക്ക് വേണ്ടി വർക്ക് ചെയ്തകളാ, ഇതൊക്കെ രാഷ്ട്രീയല്ലടോ, എല്ലാം മറന്നുകളാന്നുള്ള ഒലക്കമ്മലത്തെ ന്യായം പറയാൻ നിങ്ങൾക്ക് പറ്റും, എനിക്ക് പറ്റൂല. നമ്മുടെ ഭാനു സാറിൻ്റെ സങ്കടം കേൾക്കുമ്പോൾ വല്ലാത്തൊരു ചമ്മലുണ്ട് എനിക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ. വീട്ടിലുള്ളവർക്ക് കുടിക്കാൻ കഞ്ഞിയിലാണ്ടിരിക്കുമ്പോൾ വന്നു കയറിയവന് ബിരിയാണി കൊടുക്കാൻ തീരുമാനിച്ചാൽ ആർക്കായാലും സങ്കടം ഉണ്ടാവും, അതിൽ തർക്കമില്ല. പക്ഷെ സാർ, ഞാൻ ബിരിയാണി ചോദിച്ചിട്ടുമില്ല, എനിക്ക് തരാമെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടുമില്ല. പക്ഷെ ഒന്നുണ്ട്, എന്നെ ഈ പാർട്ടിയിലേക്ക് ക്ഷണിച്ചതാണ്. ഞാനിവിടെ ഒരു അഭ്യർത്ഥിയല്ല. സംസാരിക്കുമ്പോൾ ആ പരിഗണന എനിക്ക് കിട്ടണം. ഇനി ഞാൻ CDP ചതിച്ച കഥ. ഞാൻ പഠിച്ചത് ഒരു സർക്കാർ മലയാളം മീഡിയം സ്കൂളിലാണ്. എൻ്റെ അമ്മ ബീഡി തീർത്ത് കിട്ടിയ കാശിന്ന് പാർട്ടിയുടെ ലെവിയും അടച്ച് മിച്ചം വന്ന കാശ് കൊണ്ടാണ് ഞാൻ പഠിച്ചത്. വക്കീലായി എൻറോൾ ചെയ്യാൻ കോട്ടും ഗൗണൊക്കെ വാങ്ങിച്ചത് ബീഡി തൊഴിലാളി സഹകരണ സംഘത്തിൽ നിന്ന് എൻ്റെ അമ്മ ലോൺ എടുത്ത 10,000 രൂപ കൊണ്ടാ. പിന്നെ പാർട്ടി മത്സരിക്കാൻ സീറ്റ് എന്നത് അതെന്നെ വളർത്തി വലുതാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല.
ആണ്ടുതോറും സഖാവ് രാഘവൻ രക്തസാക്ഷി ദിനം കൊണ്ടാടുന്ന മണ്ണില് ആ രക്തസാക്ഷിയുടെ മകന് മറ്റാരെക്കാളും വിജയസാധ്യത ഉള്ളതുകൊണ്ടാണ്. മണ്ഡലത്തിലെ ആ വികാരമാണ് ബാനിസാറിന് 1400 വോട്ടിന് തോൽപ്പിച്ചതും എന്നെ ജയിപ്പിച്ചതും. എനിക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ ബാനിസാറിന് ബുദ്ധിമുട്ടുണ്ടാവും. എന്നാൽ ബാനിസാറിന് വേണ്ടി വോട്ട് ചോദിക്കാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. എൻ്റെ അച്ഛൻ CDPയുടെ രക്തസാക്ഷിയായത് ഈ പാർട്ടിയിലെ ആളുകളുടെ കൈകൊണ്ടാണ്. എന്നിട്ടും ഈ പാർട്ടിയിലെ കതറിട്ടെന്ന് പ്രവർത്തിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ലാത്തത് ഇത് ഇന്നത്തെ രാഷ്ട്രീയമാണ്. അതിലൊരു തെറ്റൂല എന്നുള്ള എൻ്റെ വിശ്വാസമാണ്. ജയ് ഹിന്ദ്. മതി. ഉദയഭാനു തീരുമാനമൊന്നും എടുത്തില്ലല്ലോ. തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടാണല്ലോ നിങ്ങൾ മീറ്റിംഗ് തുടങ്ങിയത്. കൈയടിക്കാൻ കൂടുന്നില്ല എന്നേ ഉള്ളൂ. ശരി സാർ. ശരി. പ്രകടനം അങ്ങനെ ഓ നന്നായിരുന്നു. തന്റെ കോച്ചിങ് ആയിരുന്നല്ലേ? സാർ ഒരു കാര്യം ഏൽപ്പിച്ചാ ഞാനത് വൃത്തിയായിട്ട് ചെയ്യണ്ടേ? കൊള്ളാം. ഔദ്യോഗിക പ്രഖ്യാപനം നാളെ ഉണ്ടാവും തന്റെ സ്ഥാനാർത്ഥിത്വത്തെ പറ്റി. ഈ പുറത്ത് പ്രസംഗിക്കുമ്പോഴും പാർട്ടി യോഗങ്ങളിലും നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യണം. മലയാളം മീഡിയം സ്കൂള്, തന്റെ അമ്മയുടെ വീട് തെറുപ്പ്. സാർ അത് കുറച്ചുകൂടെ സഭ്യമാക്കി പറയാമോ? കേട്ടിട്ട് തെറി പറയാണോ എന്നൊരു തോന്നുന്നു. അപ്പൊ തന്റെ അമ്മയുടെ ജോലിയായ ബീഡി തെറുപ്പ്, സഹകരണ സംഘത്തിന്റെ വായ്പ, ഇതൊക്കെയാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. കുറച്ചും കൂടെ ഇമോഷണൽ ആവാം. കണ്ണൊക്കെ നിറയണം. സാർ അത് ഞാൻ പൊട്ടിക്കരഞ്ഞിരിക്കും. വെരി ഗുഡ്, നന്നായി. എന്തും നമുക്ക് ഓട്ടാക്കണം. എന്തും നെഞ്ചത്തടിച്ച് കരയണം. വേണ്ട, നാട്ടുകാരെ ചിരിപ്പിക്കലല്ലോ നമ്മുടെ ഉദ്ദേശം. വാ, കുറെ കാര്യങ്ങളുണ്ട്, വാ. ഇന്ന് വൈകിട്ട് 4 മണിയോടെ ഗസ്റ്റ് ഹൌസിൽ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ വെച്ചാണ് ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടായത്. NSP സ്ഥാനാർത്ഥി രാമനുണ്ണിയാണെന്ന് ഉറപ്പായതോടെ CDP ഏറ്റവും ശക്തനായ എതിരാളിയായിരിക്കും കളത്തിലിറക്കുക എന്നതും ഉറപ്പായി. ജില്ലാ സെക്രട്ടറി അമ്പാടി മോഹനനായിരിക്കും രാമനുണ്ണിയുടെ എതിരാളിയെന്ന് പാർട്ടി വൃത്തങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ വന്നു തുടങ്ങി. ഇലക്ഷനില് നമ്മ വലിപ്പിക്കുന്നുള്ളത് സാഗറിന് നന്നായിട്ട് അറിയാം. രാമനുണ്ണി തോറ്റാലും അയാൾക്കൊന്നുമില്ല, എന്നെ വെട്ടാനൊരു വാള്, അത്രേ ഉള്ളൂ അയാൾക്ക്. രാമനുണ്ണി വെറുതെ തോറ്റാ പോരാ, വെണ്ണീറാവണം. അതുകൊണ്ട് വേണം എനിക്ക് സാഗറിനെ ഗോപി തൊടിയിക്കാൻ. നാളത്തെ സമ്മേളനം അപ്പോ നമ്മ ആളെ കൂട്ടിയില്ലെങ്കിലും നാളെ ആള് കൂടും. ഏതായാലും അനൗൺസ്മെന്റും പോസ്റ്ററും ഒക്കെ ആയിട്ട് കാര്യങ്ങൾ കൊഴുക്കട്ടെ. അഡ്വക്കേറ്റ് രാമനുണ്ണി ഇന്ന് വൈകിട്ട് 5 മണിക്ക് പോലീസ് സ്റ്റേഷൻ മൈതാനിയിൽ നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു. ഈ യോഗം ഒരു വൻ വിജയമാക്കി തീർക്കുവാൻ എല്ലാ ജനാധിപത്യ വിശ്വാസികളെയും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. അഡ്വക്കേറ്റ് രാമനുണ്ണി ഇന്ന് വൈകിട്ട് 5 മണിക്ക് എതിരാളികളെ രാഷ്ട്രീയമായി നേരിടുക എന്നുള്ളതാണ് നമ്മുടെ പുറത്തു പറയുന്ന നയം. അതുകൊണ്ട് പൊതുസ്ഥലത്ത് വെച്ച് ഒറ്റയൊരുത്തനും രാമനുണ്ണിക്ക് നേരെ ചീറാനോ തുപ്പാനോ തോണ്ടാനോ പാടില്ല. പോളിംഗ് കഴിയുന്നത് വരെ. ആളുകൾ ചിലപ്പോൾ എമോഷണലായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുമ്പോൾ അനുസരിക്കുന്ന പോലെ ചെയ്യണ്ടെന്ന് പറയുമ്പോഴും അനുസരിക്കണം. അതാണ് അണി. ഓൻ്റെ സമ്മേളനത്തിന് നമ്മുടെ ഒരാളും കച്ചറ ഉണ്ടാക്കരുത്. മനസ്സിലായോ? അല്ല, സഖാവിന്റെ പേരെപ്പോഴാണ് ഡിക്ലെയർ ചെയ്യുന്നത്? ഓൻ്റെ സമ്മേളനം കഴിഞ്ഞിട്ട്. ഇന്ന് രാത്രി കൃത്യം 8 മണിക്ക് ചെമ്പാറ മൈതാനിയിലെ പടുകൂറ്റൻ സ്റ്റേഡിയത്തിൽ ഏറനാട് സ്റ്റാലിയൻസും തലശ്ശേരി ബ്ലോക്ക് ബസ്. എന്നാടോ ഇതിന്റെ ഫൈനല്? ഈ 16-ന്. അന്നല്ലേ നോമിനേഷൻ വിഡ്രോ ചെയ്യാനുള്ള ലാസ്റ്റ് ദിവസം. അതെ. അപ്പൊ കളി കാണാം. നമ്മള് ഒന്ന് രാജിവെച്ച വേണ്ട, രാജിവെക്കണമെന്നൊന്നും മനസ്സിൽ വിചാരിച്ചാ മതി, ഉടനെ പിടിച്ച് പുറത്താക്കും. അതാണല്ലോ ഈ CDPന്റെ രീതി. നിങ്ങൾക്കറിയാല, ഇപ്പൊ തന്നെ സ്വന്തം MLA സ്ഥാനം പോലും പോട്ടെ പുല്ലെന്ന് പറഞ്ഞിട്ട് വലിച്ചെറിഞ്ഞ് കളഞ്ഞ് ഇറങ്ങിപ്പോന്ന ആളാണ് ഈ രാമനുണ്ണി. എന്താ കാര്യം? CDPന്റെ വികലമായ രാഷ്ട്രീയ നയങ്ങൾ സഹിക്കാൻ വയ്യാത്തോണ്ടാ. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ആ ധീരത, ആ ആദർശ ശുദ്ധി, അതാണ് രാമനുണ്ണിയെ NSPക്ക് സ്വീകാര്യനാക്കിയ. ഞാനിപ്പോ എന്തിനൊക്കെ കൂടുതൽ പറയുന്നത്? ഇനി രാമനുണ്ണി നിങ്ങളോട് സംസാരിക്കും. പ്രിയപ്പെട്ട സഖാക്കളെ, അങ്ങനെ തുടങ്ങണതായിരുന്നു പതിവ്.
ഇന്നിപ്പോ ഒരു ദിവസം അങ്ങനെ തുടങ്ങിയാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ കൂടിയിരിക്കുന്നവരിൽ അധികവും അവരാണല്ലോ. ഇത്ര വലിയ ജനക്കൂട്ടം കണ്ടപ്പോ തോമസ് ചാക്കോ പറഞ്ഞു, തനിക്കിവിടെ വലിയ ജനസമ്മതിയാണല്ലോ. എന്നെ തൂക്കിക്കൊല്ലണമെന്ന് കേട്ടാൽ അത് കാണാൻ ഇതിൽ കൂടുതൽ ആളുണ്ടാവുമെന്ന് ഞാൻ. ശരിയല്ലേ? എനിക്കൊരു പേരിട്ടത് എൻ്റെ മുത്തച്ഛനാണ്, രാമനുണ്ണി. ഒരാഴ്ച മുമ്പ് TV ചാനലുകളുടെ മുമ്പിൽ നിന്ന് എൻ്റെ അമ്മ രണ്ടാമതൊരു പേരിടൽ കർമ്മം നടത്തി. പുതിയ പേര് വർഗവഞ്ചകൻ. ഇതിപ്പോ രാമൻ, കൃഷ്ണൻ, ബാബു, വർഗീസ്, മുഹമ്മദ്, ശശി, ഇതൊക്കെ ഒരാൾക്ക് മാത്രമുള്ള പേരാണോ? അല്ല. വർഗവഞ്ചകൻ എന്ന പേര് ഇതിനു മുമ്പും പാർട്ടിക്കാർ ഒരുപാട് പേർക്ക് ചാർത്തി കൊടുത്തിട്ടുണ്ട്. ഇന്നിപ്പോ രാത്രി ഞാൻ വീട്ടിലെത്തുമ്പോ അമ്മ വിളിക്കും, മോനെ വർഗവഞ്ചക, കഞ്ഞികാലായി വന്ന് കുടിക്കാന്ന്. അമ്മമാരെന്ത് വിളിച്ചാലും അത് കേൾക്കാൻ ഒരു സുഖ അല്ലേ? എന്താണ് ഞാൻ ചെയ്ത സംഘടനാ വിരുദ്ധ പ്രവർത്തനം? പുറത്ത് പറഞ്ഞ് പുകിലാക്കണ്ടെന്ന് കരുതിയാണ് ഞാൻ ഇതുവരെ ഒന്നും ഈ പത്രക്കാരോട് പറയാതിരുന്നത്. പക്ഷെ ഇപ്പൊ വർഗവഞ്ചകനായതുകൊണ്ട് പറയാലോ. പശുവിന്റെ അകിട്ടിൽ ബ്ലേഡ് വെക്കാൻ നോക്കിയ കറവക്കാരനെ തല്ലണോ വേണ്ടയോ? തല്ലണം, കാരണം നോക്കി തല്ലണം. വീടില്ലാത്ത 1000-ഓളം പാവങ്ങൾക്ക് പതിച്ചു കൊടുക്കാൻ 10 വർഷം മുമ്പ് സർക്കാർ ഏറ്റെടുത്ത 50 ഏക്കർ ഭൂമി ഒരു പ്രവാസി വ്യവസായിക്ക് വെറും ചായക്കാശിന് കൈമാറാൻ ഇവിടുത്തെ ജില്ലാ സെക്രട്ടറി അമ്പാടി മോഹനൻ ശ്രമിച്ചപ്പോ ഞാൻ എതിർത്തതാണ്. ഞാൻ ചെയ്ത സംഘടനാ വിരുദ്ധ പ്രവർത്തനം, അല്ലെങ്കിൽ വർഗവഞ്ചന. തിണ്ടിത്രം കാണിച്ച് അടി കൊടുക്കാതെ വിടരുതെന്ന് സഖാവ് രാഘവൻ പറഞ്ഞിട്ടുണ്ട്. രക്തസാക്ഷി രാഘവൻ, എന്റെ അച്ഛൻ. അതുകൊണ്ടാണ് കൊടുത്തത് ഘനത്തിൽ ഒരെണ്ണം അമ്പാടി മോന്റെ ചകിട്ടത്ത്. മാക്സിമം സഹാക്കളെ കൂട്ടണം. പ്രകടനം വിടുന്ന പുറപ്പെടുന്നത്. ഇവിടെ അതിനെക്കാട്ടിയും വലിയ പ്രശ്നമാണോ ഭാര്യയെ? താൻ കിടന്നോ, ഞാൻ വന്നോളാം. ഓക്കെ. നമ്മുടെ വീടിന്റെ മുമ്പില് പാർട്ടിക്കാരുണ്ടാവില്ലേ? പിന്നെ കുറച്ചു പേരുണ്ടാവും. ഈ പാനു സാർ വിചാരിക്കാതെ ഒരുപാട് പേരെ കിട്ടില്ല. പോലീസ് പുറകിലുണ്ടല്ലോ. പകല് പോയാൽ മതിയായിരുന്നു. അല്ല, പേടിക്കാനൊന്നുമില്ല. പോലീസുകാർ നമ്മുടെ ഒപ്പം ഉണ്ടല്ലോ, മുമ്പിലുണ്ട് പുറകിലുണ്ട്. അതുകൊണ്ട് പേടിക്കണം. ഒരു CDP ഏരിയ കമ്മിറ്റി മെമ്പറുടെ വീടല്ലേ? ആദ്യം ഞങ്ങൾ കയറി ഒന്ന് നോക്കട്ടെ, എന്നിട്ട് മതി. പ്രൊട്ടക്ഷനൊക്കെ പുറത്തു മതി. അകത്തായാലും പുറത്തായാലും പ്രൊട്ടക്ഷൻ ഞങ്ങളുടെ ജോലിയല്ലേ. സോറി. അമ്മയുടെ അകിട്ടിൽ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ഒരൊറ്റ ഒരുത്തൻ ഈ പടി ചവിട്ടി പോരുത്. കേറി വേണം. ചെല്ല്. അപ്പൊ ശരി, രാവിലെ ഗസ്റ്റ് ഹൗസിൽ കാണാം. വേണ്ട, നാളെ നമുക്ക് ഒരുമിച്ച് ഗസ്റ്റ് ഹൗസിൽ പോവാം. വാ. അപ്പൊ ഇന്ന് ഇവിടെയാണോ താമസം? ഇന്ന് മാത്രമല്ല, ഇനി എന്നും. ടീസി വാ, ഒരു കഞ്ഞി കുടിക്കാം. ആ, കഞ്ഞി കുടിക്കട്ടെ. കഞ്ഞി കുടിക്കാൻ തന്നെയാണോ? നമസ്കാരം. ഇവനെന്താടാ ഇവിടെ? ഞാൻ സെക്രട്ടറി ആണമ്മേ, യൂത്ത് വിങ്ങിന്റെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി. സെക്രട്ടറി യൂത്ത് വിങ് ഒക്കെ പുറത്ത്. താങ്ക് യു അമ്മേ, താങ്ക് യു വെരി മച്ച്. ടീസി, താൻ പുറത്ത് വെയിറ്റ് ചെയ്യ്, പറഞ്ഞിട്ട് പോവാം. സഖാവേ. എന്നാ വേണ്ട,
നല്ല വിശപ്പുണ്ട്. ഇതാ എടുത്തു വെച്ചിട്ടുണ്ട്. ആ, എന്റെ പ്രസംഗം ടി വിയിൽ അമ്മ കാണുന്നു. ഇങ്ങോട്ട് വരുമ്പോ അച്ചിങ്ങ മെഴുക്കുവരട്ടി എനിക്ക് വേണ്ടി ഉണ്ടാക്കി വെക്കുന്ന എനിക്കറിയായിരുന്നു. എത്ര വേഗം പഠിച്ചു അവന്മാരുടെ മെഴുക്ക് പുരട്ടിയ പൈങ്കിളി വാചകങ്ങള്. പൈങ്കിളി കാണിക്കാം, പറയരുത്. മുലകൂടി മാറി മിണ്ടാൻ തുടങ്ങിയപ്പോൾ മൂലധനവും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഒക്കെ ആയിരുന്നല്ലോ ഞാൻ പറഞ്ഞിരുന്നത്. ഞാൻ അതൊന്നും വായിച്ചിട്ടില്ല, അതിനുള്ള ബുദ്ധി ഉറച്ചിട്ടില്ല. അമ്മ ഇതൊക്കെ വായിച്ചുണ്ടോ സഖാവേ? ഞാൻ വായിച്ചിട്ടില്ല, വായിച്ചു കേട്ടിട്ടുണ്ട്. വിശദീകരിച്ചും തന്നു നിന്റെ അച്ഛൻ. നിന്നെ പ്രസവിക്കുന്നതിന് കുറച്ചു നാൾ മുമ്പ് മോൻ ഗർഭപാത്രത്തിൽ നിന്നേ തുടങ്ങട്ടേന്നായിരുന്നു വാചകം. വളർന്ന് വലുതായി ഉജാലെ മുങ്ങി നിൽക്കല്ലേ സഖാവ് മകൻ. കുഞ്ഞായിരിക്കുമ്പോ അപ്പി വാരി കളിക്കും, വളർന്നാ ചെയ്യാറില്ലല്ലോ. തന്തയ്ക്ക് പറക്കാത്തവൻ. ഈ വാചകം അമ്മ മാറ്റി പറയുന്ന ദിവസം ഇങ്ങോട്ട് വേണ്ട, അങ്ങോട്ട് പറയും ഞാൻ. ഒരു ലാൽ സലാം.